എന്താ വിശേഷം? അപ്പ അറിഞ്ഞില്ലേ? നിങ്ങൾ ഈ ഭാഷയൊക്കെ പറയുമ്പോ നിങ്ങൾ ഒരു കാര്യം ഓർക്കണം, ഇത് നിങ്ങളെ കൊണ്ട് ദൈവം പറയിപ്പിക്കുന്ന ദൈവത്തിന്റെ ഒരേ കളികളെ. ഇനിയിപ്പോ ചേട്ടന്റെ കാര്യം പോക്കാം. ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന ഒരു നേതാവ് ഒരുപക്ഷെ ഇന്ത്യ രാജ്യത്തിന്റെ ചരിത്രത്തില് ഇതുപോലെ തെളിമയുള്ള സൂര്യ തേജസ്സോട് നിൽക്കുന്ന ഒരു നേതാവ്. എല്ലാവർക്കും എല്ലാവരോടും സ്നേഹം മാത്രം ഉണ്ടായിരുന്ന ഒരു ദൈവം. ആ നേതാവിന്റെ പിന്നിൽ സരിത എന്ന് പറയുന്ന ഒരു സ്ത്രീ വന്ന് സ്വകാര്യം പറയും. ഉമ്മൻചാണ്ടി ലോകത്തുള്ള ആർക്കും കടന്നു ചെല്ലാവുന്ന ആള് സ്വകാര്യം പറയുന്നതിന്റെ പേരില് പിണറായി വിജയൻ പറഞ്ഞ ഭാഷ ഈ കേരളം കേട്ടതാണ് എന്നിട്ട് ഉളുപ്പില്ലാതെ അതൊന്നും പറയരുതേ. ഉമ്മൻചാണ്ടിയും ആ സരിതയും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് താങ്കൾ ന്യായീകരിക്കാൻ നിൽക്കുകയാണ്. നീ നന്നാവില്ല. അത് താൻ പറഞ്ഞിട്ട് വേണോ ഞാൻ അറിയാൻ? അയ്യോ, ഇത് അസംബ്ലിയേക്കാൾ മോശമായല്ലോ. മാത്യു കുഴൽനാടൻ വരാത്ത ചിത്രങ്ങൾ എത്രയുണ്ട്? വാക്കുകൾ കൊണ്ട് സരിത അതിന് ചിത്രം പകർന്നിട്ടുണ്ട്. ഇപ്പൊ പല വേഷത്തിലും പേരിലും നല്ല തറവാടുത്തുള്ള കള്ളികൾ ഇറങ്ങിയിട്ടുണ്ട്. ഡിവൈഎഫ്ഐ സെക്രട്ടറിയുടെ അവസ്ഥ ഓർത്തിയതിനായിട്ട് കമ്മ്യൂണിസ്റ്റ് ലജ്ജിക്കും. ഒരു മന്ത്രിപുത്രന്റെ ഇന്ന് പുറത്തു വന്ന ആ ചിത്രം ന്യായീകരിക്കാൻ വേണ്ടി പാടുപെടുന്ന ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി. ഇതാണ് ഇന്നത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കേരളത്തിലെ അവസ്ഥ. നിങ്ങൾക്ക് ഇത് ചെയ്തേ പറ്റൂ. നിങ്ങൾക്ക് ഇതാണ് പിണറായി വിജയൻ പറഞ്ഞത്ര മോശമായിട്ട്, അച്യുതാനന്ദൻ പറഞ്ഞത്ര മോശമായിട്ട് ഒരു കോൺഗ്രസ് നേതാവ് പറഞ്ഞിട്ടില്ല. സന്ദീപ് നായരുടെ ഫേസ്ബുക്കിൽ BJP നേതാക്കളുമായുള്ള ഫോട്ടോ ഉണ്ട് എന്നതുമാണ് നിങ്ങൾ അദ്ദേഹം BJP പ്രവർത്തകനാണ് എന്ന് പറയുന്നതിന്റെ കാരണം. അങ്ങനെ പറയരുത് സാർ. പിന്നെ എങ്ങനെ പറയണം? ഞാൻ നമ്മുടെ പാർട്ടിയുടെ ഇമേജ് വർദ്ധിപ്പിക്കാൻ വേണ്ടി ആലോചിക്കും. ഇപ്പോൾ നേരത്തെ താങ്കൾ പറഞ്ഞു EP ജയരാജന്റെ മകനെതിരായി ഉയർന്ന ആരോപണത്തിന് പ്രതിപക്ഷം ഉന്നയിച്ചിട്ടുണ്ട്, അതോടൊപ്പം മാധ്യമങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. ആരോപണത്തിന് വക്കീൽ നോട്ടീസ് അയച്ചു എന്ന് CPM സംസ്ഥാന സെക്രട്ടറി വക്കീൽ നോട്ടീസ് അയച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഓർമ്മയില്ലേ? ഇല്ല, പോയിട്ട് രണ്ടെണ്ണം കൂടി ആയിരിക്കും. അപ്പൊ ഓർമ്മ വരും കേട്ടോ. ഒരു കാര്യം കേൾക്കൂ, നിങ്ങൾ പറഞ്ഞത് എത്ര കളവാണ്, എന്ത് വസ്തുതാ വിരുദ്ധമാണ്. CPM പ്രവർത്തകനാണ് എന്ന് നിങ്ങൾ ബ്രേക്കിംഗ് ന്യൂസാ കൊടുത്തത്. ഇവൻ നമ്മളെ കുഴപ്പിക്കാനുള്ള പരിപാടി, ഇവനിതിൽ എന്തോ കൈയുണ്ട്. എന്നിട്ട് ആ മകൻ CPM അല്ല എന്ന് മാത്രമല്ല, BJP ആണ്. അതും ആ അമ്മയുടെ സോഴ്സ് മാത്രമേ ഉള്ളൂ. ആ അമ്മ BJP ആണെന്ന് പറയുമ്പോൾ അത് ബ്രേക്കിംഗ് ന്യൂസേ അല്ല, അതൊരു വാർത്തയേ അല്ല. പൊന്നു മോനെ, ഈ മുത്തശ്ശിയുടെ മുഖത്തൊന്ന് നോക്കണ. EP ജയരാജന്റെ മകനെ കുറിച്ച് വളരെ വസ്തുതാവിരുദ്ധമായ ഒരു ആരോപണം ഉന്നയിക്കുന്നു. ഇതൊക്കെ അന്തരീക്ഷത്തിൽ ഷാനി ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, വ്യത്യസ്ത സന്ദർഭങ്ങളിൽ ഏതൊരാളെയും ഇതുപോലെ ആർക്കും വേട്ടയാടാമെന്ന് നില വരരുത്. തനിക്ക് നിശ്ചയമുണ്ടോ ഉത്തമ? രാഷ്ട്രീയം പറയുമ്പോൾ കൃത്യമായ രാഷ്ട്രീയം പറയണം. അത് വസ്തുതയാകാം, ഇനി വസ്തുതയില്ലെങ്കിലും രാഷ്ട്രീയം പറഞ്ഞു. രാഷ്ട്രീയം പറയുമ്പോൾ എതിരിൽ നിൽക്കുന്ന രാഷ്ട്രീയ ശരിയായിട്ട് അടുപ്പിൽ ഊതാൻ അറിയോ നിനക്ക്? എന്താണ് അതിന്റെ യോഗ്യത? മന്ത്രിയുടെ മകനുമായും പാർട്ടി സംസ്ഥാന സെക്രട്ടറിയുടെ മകനുമായും ഒക്കെ അടുത്ത ബന്ധമുണ്ട്. അതിൽ ബിസിനസ് ഇടപാടുകൾ നടന്നിട്ടുണ്ട്, കൈക്കൂലി ഇടപാടുകൾ നടന്നിട്ടുണ്ട് എന്ന ആരോപണമാണ് മുന്നിൽ വരുന്നത്. അത് വസ്തുതയാണോ അല്ലയോ എന്ന് നമ്മൾ എങ്ങനെയാണ് അറിയുക? ആൾക്ക് തീരെ വിദ്യാഭ്യാസം വിവരമൊന്നും ഇല്ലേ, വിഡ്ഢിത്തിരെ പറയുള്ളൂ. അയ്യപ്പദാസിന് സ്വർണ്ണക്കടത്ത് പ്രതികളുമായി അടുത്ത ബന്ധമുണ്ട്, അവരുമായി സാമ്പത്തിക ഇടപാടുകളുണ്ട്, ഹവാല ഇടപാടുകൾ പോലും ഉണ്ട് എന്ന് ഞാൻ ആരോപിച്ചാലോ? നിങ്ങൾ തെളിയിക്കണം. താങ്കൾ പറഞ്ഞ ലോജിക്ക് അനുസരിച്ച് താങ്കൾ തെളിയിക്കണം. ശ്രീ റഹീം, ഇവിടെ കഥയല്ല നിങ്ങൾ ഉന്നയിക്കുന്നത് പോലെ അഴിപ്പണം കെട്ടവന്മാരെ കൊണ്ട് ഒരു ഇരിക്കെ പുറതെയില്ല. ശ്രീ റഹീം, പാർട്ടി സംസ്ഥാന സെക്രട്ടറിയുടെ മകനെ ചോദ്യം ചെയ്യുന്നത് ED ആണല്ലോ, അല്ലേ? നിങ്ങൾ അക്കാര്യത്തിൽ അഭിപ്രായം പോലും പറഞ്ഞോ ഇതുവരെ? മനോഹര, നിന്നെ ഞാൻ കൊല്ലം കുറയിലെ കാണാൻ തുടങ്ങിയിട്ട്. ഒരു കാര്യം കേൾക്കൂ, പ്ലീസ് ഒന്ന് കേൾക്കൂ. നിങ്ങൾ എത്ര സമർത്ഥമായിട്ടാണ് EP-യുടെ മകനിൽ നിന്ന് വേറൊരു നേതാവിന്റെ മകനിലേക്ക് പോകുന്നത്? വേറൊരു നേതാവല്ല, നിങ്ങൾ EP-യുടെ മകനെ കുറിച്ചാണ് ചോദിച്ചത്. സംസ്ഥാന സെക്രട്ടറിയുടെ മകൻ. പറയട്ടെ, ഒന്ന് നിർത്തണോ തന്റെ ഈ പറയട്ടെ. നിങ്ങൾ മറുപടി പറഞ്ഞോ? മുഖ്യമന്ത്രിയോട് ചോദ്യം വന്നു, നിങ്ങൾ മറുപടി പറഞ്ഞോ? പ്രേക്ഷകർ കാണുകയാണ് ശ്രീ റഹീം, പ്രേക്ഷകർ കാണുകയാണ്. തമാശ പറയാതെ അല്ല, കാര്യമായിട്ട് പറഞ്ഞതാ. ഏത് ചോദ്യത്തിനാണ് മുഖ്യമന്ത്രി ഇന്ന് മറുപടി പറഞ്ഞത്? ഏത് ചോദ്യത്തിനാണ് ശ്രീ റഹീം വ്യക്തമായി മറുപടി പറയുന്നത്? ഞാൻ ചോദിക്കുന്നത് വസ്തുതാപരമായി തന്നെ മറുപടി പറയാമല്ലോ, അല്ലേ? കഴുത്തുവരെ പെരുമ്പാമ്പ് വിഴുങ്ങി അവന്റെ തലയിൽ
പാർട്ടി സംസ്ഥാന സെക്രട്ടറി പറഞ്ഞോ, മുഖ്യമന്ത്രി പറഞ്ഞോ, പാർട്ടിയുടെ ഏതെങ്കിലും ഒരു നേതാവ് പറഞ്ഞോ ഈ ആരോപണങ്ങൾ തെറ്റാണ്, ഇതൊന്നും ശരിയല്ല, പാർട്ടി സംസ്ഥാന സെക്രട്ടറിയുടെ മകനെതിരെ ഇങ്ങനെ അന്വേഷണമേ നടക്കുന്നില്ല, ED ചോദ്യം ചെയ്തത് എന്തിനാണെന്നുള്ളത് പ്രശ്നമേ അല്ല, നിങ്ങൾ പറഞ്ഞോ? ഇപ്പോൾ ജലീലിന്റെ കാര്യത്തിൽ നിങ്ങൾ ന്യായീകരിക്കുന്നുണ്ടല്ലോ. ദയവേത് ഇടപെടരുത്. ഒന്ന്, നിങ്ങൾ ചോദിക്കുന്നത് ഒന്ന് പാർട്ടി സെക്രട്ടറിയുടെ മകനെ ED ചോദ്യം ചെയ്ത വാർത്തയുമായി ബന്ധപ്പെട്ടാണ്. അത് അദ്ദേഹം വിശദീകരിക്കും. വ്യക്തിപരമായി. ഇതിനകത്ത് എന്തോ ചുറ്റിക്കളി ഉണ്ടല്ലോ. എന്ത് ചുറ്റിക്കളി? ഒരു ചുറ്റിക്കളി ഇല്ലല്ലേ? ശരി, ഞാനിവിടെ ഉന്നയിച്ച പ്രശ്നം എന്താണ്? ഒരു മന്ത്രിയെയും അദ്ദേഹത്തിന്റെ ഭാര്യയെയും കുടുംബത്തെയും വേട്ടയാടാൻ വേണ്ടി നിങ്ങൾ ആകെ ഉപയോഗിച്ചത് ഒരൊറ്റ സോഴ്സാണ്, പ്രതിയോടൊപ്പം നിൽക്കുന്ന ഒരു ചിത്രം. എങ്കിൽ ഞങ്ങൾ പോകാതെ ഇരിക്കണോ? സുനാമി ഭൂകമ്പൊക്കെ വന്നിട്ട് നമ്മൾ പിടിച്ചിരിക്കുന്നില്ല. മനസ്സിലാക്കണം, പ്രതിയോടൊപ്പം മുൻപെടുത്ത ഒരു ചിത്രത്തെ വെച്ചുകൊണ്ട് ദുരാരോപണങ്ങൾ ഉന്നയിക്കുന്നു. എന്താ ചിരിക്കുന്നത്? അല്ല, നിന്റെ തമാശ എനിക്ക് ഇഷ്ടമായി. മാത്യു കുഴൽനാടൻ ഇവിടെ പറഞ്ഞൊരു കാര്യം, വേദിയിലില്ലാത്ത ആളുകളെ കുറിച്ച് ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞതിന് ശേഷം അദ്ദേഹം എന്തെല്ലാം കാര്യങ്ങളാണ് പറഞ്ഞത്? ഞാൻ എൽദോസ് കുന്നപ്പള്ളിയുടെ കാര്യം പറഞ്ഞു, വേറെ ഏതൊരു ചർച്ചയിൽ ജ്യോതികുമാറിന്റെ കാര്യം പറഞ്ഞു. എന്റെ ഓർമ്മയിലില്ല, ഞാൻ അങ്ങനെ പറഞ്ഞതായി ഓർക്കുന്നു. ഈ പാഴ്നാടകത്തിന്റെ കാലം കുറിക്കുന്ന കൈ വിധിയുടേത്. ഇവിടെ എൽദോസ് കുന്നപ്പള്ളിയുടെ കാര്യത്തിൽ പറഞ്ഞപ്പോൾ അദ്ദേഹം എന്താ ന്യായീകരിക്കാൻ നിന്നെ? PwCയുടെ ഒരാളും ഈ പറയുന്ന വീണയുടെ കമ്പനിയിലെ മെന്റർ ആയിരുന്നുവെങ്കിൽ എന്താ? ഇത്രയും കാലമായിട്ട് ഈ നീർക്കോലിക്ക് ഒരു ഇംപ്രൂവ്മെന്റ്സ് ആയിരുന്നുവെങ്കിൽ എന്താന്നേ? നിങ്ങൾ എന്തിനോടാണ് അതിനോട് ക്ലബ് ചെയ്യാൻ ശ്രമിച്ചത്? നിങ്ങളുടെ എൽദോസ് കുന്നപ്പള്ളി അന്ന് എന്താണ് പറഞ്ഞത്? അവർ സ്ഥിരമായി അമേരിക്കയിൽ പോകാറുണ്ടായിരുന്നു. പോയപ്പോഴൊക്കെയും പിന്നെ ഞാനിവിടെ പറയണോ എത്ര മോശമായ പദപ്രയോഗങ്ങളാണ്? അല്ലെങ്കിൽ എന്താ അങ്ങ് പറയരുത്, വ്യംഗ്യാർത്ഥത്തിൽ സംസാരിച്ചു. അങ്ങനെയല്ല പറഞ്ഞത്. എന്തിനാണോ ഇവരൊക്കെ അകത്തോട്ട് പറഞ്ഞു വിടുന്നത്? അവിടുന്ന് എന്തെങ്കിലും കൊടുത്ത് പറഞ്ഞു വിട്ടുകൂടെ? വ്യംഗ്യാർത്ഥത്തിൽ സംസാരിച്ചു. ഞാൻ എൽദോസ് കുന്നപ്പള്ളിയുടെ പേരെടുത്ത് പറഞ്ഞത് ആ ആരോപണം ഈ നിമിഷം വരെ പിൻവലിച്ചിട്ടുണ്ടോ? ആ ആരോപണം ഉയർന്ന ദിവസം ഈ ചർച്ചയിൽ ഞാനും ഷാനിയും ഒരുമിച്ചുണ്ടായിരുന്നു. എന്നിട്ട് അത്തരം ഭാഷളൻ ആരോപണങ്ങൾ ഉന്നയിച്ചതിനെ വന്നിരുന്ന് വെള്ളയും വന്നിട്ട് ന്യായീകരിക്കരുത്. താങ്കൾ താങ്കൾ എന്താണ് പറഞ്ഞത്? ഇമ്മ്യൂണിറ്റി ഇല്ലാന്നോ? എന്നിട്ട് താങ്കൾ ആവർത്തിച്ച് പറഞ്ഞില്ലേ ഈ ചർച്ചയിൽ ഒരു മന്ത്രിയുടെ മകൻ, ആ മകൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്, അയാൾ വിശദീകരിക്കട്ടെ, അയാൾ വക്കീൽ നോട്ടീസ് അയച്ചിട്ടുണ്ട്, അതുമായി ബന്ധപ്പെട്ട് രാത്രി മനുഷ്യനെ കിടന്ന് ഉറങ്ങാനും അയാളും ഈ സ്ത്രീയുമായി കെട്ടിപ്പിടിച്ചു നിൽക്കുന്നു 3 തവണ. എന്തോ ഇങ്ങനെ കെട്ടിപ്പിടിച്ചു നിൽക്കുന്നതെന്ന് പറയാൻ എന്തോ വലിയ വെമ്പലുള്ളത് പോലെ. ഇങ്ങനെയുള്ള മനസ്സുമായി നടക്കരുത് കേട്ടല്ലോ. എന്താണ് മേജർ സാറേ, ഞാൻ ജീവിച്ചു പോയിക്കോട്ടെ, ആവൽ തന്നെ വന്നിരുന്ന ഓരോരോ ഉപദേശങ്ങൾ കേട്ടല്ലോ. നിങ്ങളൊരു സ്ത്രീയെ തൊടുന്നത് പോലെ തന്നെയായിരിക്കും നാട്ടിലുള്ള മുഴുവൻ പേരും തൊടുന്നതെന്ന് കരുതരുത്. എന്തിന്റെ അസുഖമാണ്? രാവിലെ ഇന്ന് ഗോതമ്പ് ദോശ കുത്തുന്നു. നിങ്ങളൊരു സ്ത്രീയോട് മിണ്ടുന്നത് പോലെയാണ് മറ്റുള്ളവരുടെ മനസ്സ് അപ്പോഴൊന്ന് കരുതരുത്. അല്ല, അവിടെ ഇടപെടണ്ട. പറയട്ടെ, പ്ലീസ് കേൾക്കൂ. സ്വർണ്ണക്കടത്ത് കേസ് പറയാം. 1 മിനിറ്റ്. മനുഷ്യനെ നാണം കെടുത്താനായിട്ട് ഓരോ കോമാളി വേഷോട്ടോണ്ട് ഇറങ്ങിയിരിക്കുക. അല്ല ഷാനി, 3 മിനിറ്റിൽ താങ്കൾ ഇങ്ങനെ ഇടപെടരുത്. താങ്കൾ ഇതിന് അസ്വസ്ഥയാകണം. അവർ ഒരു കോൺസുലേറ്റിൽ ജോലി ചെയ്തിരുന്ന സ്ത്രീയാണ്. രമേശ് ചെന്നിത്തലയുമായി ബന്ധമുണ്ടായിരുന്നല്ലോ. രമേശ് ചെന്നിത്തല പേഴ്സണലി അവരെ ഇൻവൈറ്റ് ചെയ്ത് വിരുന്നു കൊടുത്തിട്ടുണ്ടല്ലോ. ഞങ്ങൾ അതിൽ വഷളൻ കണ്ണോടുകൂടി കണ്ടോ? എന്തിനു വിളിച്ചു? എന്തിന് അരികിലിരുത്തി കൊടുത്തു ഭക്ഷണം? ഞങ്ങൾ ചോദിച്ചോ? ചോദിക്കാത്തത് ഞങ്ങളുടെ മാന്യതയാണ്. പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടി എനിക്കിവിടെ പറയണമെന്നുണ്ട്. അതുകൊണ്ട് മക്കളുടെ ഇമ്മ്യൂണിറ്റി ഒന്നും നിങ്ങൾ പറയാൻ നിൽക്കരുത്. അല്ല, ഊളംപാറയിലോ കുതിരവട്ടത്തോ കൊണ്ടിടാറ് ഇതുപോലെ വഷളൻ പ്രയോഗങ്ങൾ നടത്തിയാൽ ജനങ്ങൾ അത് വിലയിരുത്തും നിങ്ങളെ. താങ്കൾ സ്വയം കുഴി കുഴിച്ച് ആ കുഴിയിൽ ഇറങ്ങി നിൽക്കരുതേ മാത്യു കുഴൽനാടൻ. പിന്നെ ഒരൊറ്റ കാര്യം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. അറിയാൻ മേലാത്തോണ്ട് ചോദിക്കുക, ഇവിടെ വി മുരളീധരൻ, ഈ വിഷയത്തിന്റെ പ്രശ്നം എന്താണ്? വി മുരളീധരൻ തുടർച്ചയായി ഇടപെട്ടുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ നേരത്തെ മാധ്യമങ്ങളുടെ ചോയ്സിനെ കുറിച്ച് പറഞ്ഞില്ലേ? വി മുരളീധരന് ഏറ്റവും കംഫർട്ടബിൾ ആയ സ്ഥാപനമായി അങ്ങനെ മലയാള മനോരമ മാറി. ഇപ്പൊ പിടിച്ചാൽ നടത്തിക്കൊണ്ട് പോകാം, കുറച്ചു കഴിഞ്ഞാൽ ചങ്ങലക്കിടേണ്ടി വരും. ഒരു സംശയവുമില്ല, അദ്ദേഹത്തിന് തിരഞ്ഞെടുക്കാം. അദ്ദേഹത്തിന്റെ കളവ് ആവർത്തിക്കാൻ അദ്ദേഹം തിരഞ്ഞെടുത്തത് മനോരമയായിരുന്നു. ആരുടെയെങ്കിലും ഒക്കെ പുറത്ത് കുതിര കയറാൻ തുടങ്ങുന്ന അസുഖം ഉണ്ടല്ലോ, അത് നിങ്ങൾക്ക് ഈയിടെ വളരെ കൂടുതൽ. തിരിച്ചു പറഞ്ഞാൽ മനോരമയായിരുന്നില്ലേ ഇതിൽ വിളിച്ചിരുത്തിയതിന് അവസരം കൊടുത്തത്? ഈ മനുഷ്യനോട് എത്ര പറഞ്ഞാലും മനസ്സിലാവില്ലേ. 6 ഇഞ്ച് നീങ്ങി ഒരു ചുവന്ന സ്വിച്ച് കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. ഈ സ്വിച്ചിന്റെ കാര്യമാണ്. ചുവന്ന സ്വിച്ച് അമർത്തി. ഈ ഉപകാരം മറന്നാലും ഞാൻ മരിക്കില്ല. ഇതൊക്കെ എന്ത്? അപ്പോ നാളെ നേരത്തെ തന്നെ ഇങ്ങോട്ട് എത്തണം കേട്ടോ. ശരി.